മന്ത്രിസ്ഥാനത്തിന് കോഴ ആവശ്യപ്പെട്ട് വന്ന വ്യാജ കോളിന്റെ സിം ഉടമയെ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാ ബാലകൃഷ്ണൻ MLA വിളിച്ച സിം ഉടമ ഡൽഹി സ്വദേശി എന്ന് പോലീസ് പറയുന്നു. പങ്കിൽ നിന്നും മൊബൈൽ ഫോൺ മോഷണം പോയിരുന്നു എന്നുമാണ് ഇയാളുടെ മൊഴി. മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി അയക്കും. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബെൻസൺ, ഇതിപ്പം ഒരാൾക്ക് മാത്രമല്ല, MLAക്ക് മാത്രമായിരുന്നില്ല കോള് വന്നത്. 2 MP മാർക്കും കോഴയൊക്കെ പറഞ്ഞുകൊണ്ട് കോള് വന്നതാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വന്ന കോളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ നടപടിയും അത്രമേൽ ജാഗ്രതയോടെയും കടുത്തതുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നീക്കങ്ങൾ? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് ബെൻസൺ. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അതീവ ഗൗരവമായിട്ടുള്ള ഒരു കേസായി തന്നെയാണ് അന്വേഷണ സംഘം ഈ കേസിനെ കാണുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് മാത്രമല്ല ഈ ഫോൺ കോൾ ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് മാത്രമല്ല, മറ്റ് MP മാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫോൺ കോൾ വന്നിരുന്നു. അപ്പോൾ അത് അതീവ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എടുത്തിട്ടുള്ളത്. ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ ഫോൺ കോൾ വന്നത് ഡൽഹിയിൽ നിന്ന് എന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇവിടെ നിന്നും ഒരു സംഘം, പ്രത്യേകിച്ചും സൈബർ സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കോഴിക്കോട്, വയനാട് സൈബർ സെല്ല് സംയുക്തമായാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സംഘം ഡൽഹിയിലെത്തി അന്വേഷണം പുരോഗമിക്കവെയാണ് ഈ മൊബൈൽ ഫോൺ, അതായത് കോൾ വന്ന സിം കാർഡ് ഉടമയെ കണ്ടെത്തിയിട്ടുള്ളത്. ആ സിം കാർഡ് ഉടമ പറയുന്നത് ഇത്തരത്തിലാണ്: ഇയാൾക്ക് ഈ കേസുമായി യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ഇയാളുടെ ഫോൺ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മോഷണം പോയിരുന്നു. അപ്പോൾ അത്തരത്തിൽ മോഷണം പോയതിനു ശേഷം ആരെങ്കിലും ചെയ്തതാകാം എന്നുള്ളതാണ് ഈ സിം കാർഡ് ഉടമ ഈ പോലീസിന് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ ഈ മൊഴി പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. നിലവിൽ ഇയാളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും അത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ കോൾ വന്ന സമയത്ത്, അതായത് വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് ഉൾപ്പെടെ കോൾ വന്ന സമയത്ത് ഈ പറയുന്ന, ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തിയിട്ടുള്ള ഇയാൾ, ഈ മൊബൈൽ ഫോണിന്റെ അല്ലെങ്കിൽ സിം കാർഡിന്റെ ഉടമയായിട്ടുള്ള ഇയാളുടെ മൊബൈൽ ഫോൺ ആ സമയത്ത് എവിടെയായിരുന്നു എന്നടക്കമുള്ള, അതായത് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കും. എന്തുതന്നെയാണെങ്കിലും വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷണ വിധേയമാക്കുന്നത്. ഈ മാസം 6-ം തീയതി ആയിരുന്നു ഇത്തരത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് ഫോൺ കോൾ വരുന്നത്. 11-ം തീയതിയോടുകൂടി തന്നെ അവർ പോലീസിൽ പരാതി നൽകുകയും സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ആദ്യഘട്ടമായി ഇത്തരത്തിൽ പരാതി വന്നതിനെ തുടർന്ന് അതൊരു വാർത്തയായതിനു ശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾക്ക് കോൾ വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുടെ പേരിലാണ് കോൾ വന്ന അടക്കമുള്ള വിവരങ്ങൾ പിന്നീടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിലവിൽ എന്താണെങ്കിലും ഈ സിം കാർഡ് ഉടമ നൽകിയിട്ടുള്ള മൊഴി പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ കൂടുതൽ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കൂടുതൽ രീതിയിൽ വ്യാപിക്കുക. സേതുലക്ഷ്മി. ഓക്കെ ബെൻസൺ, ശരി.